ഹലോ, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇന്ന് നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ ഇന്നൊരു പ്ലം കേക്കാണ് നിങ്ങൾക്കായിട്ടുണ്ടാക്കുന്നത്. അപ്പം പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കിയാലോ? ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയട്ടെ. എന്താണെന്നോ? സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി 1/2 കപ്പ് പഞ്ചസാര എടുത്തു. അത് നമുക്ക് ഒന്ന് ഉരുക്കി എടുക്കാം. അതൊക്കെ ഉരുക്കി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ അടുപ്പിൽ അല്പം ചൂടുവെള്ളം കൂടെ വയ്ക്കുക. നമുക്ക് ചൂടുവെള്ളം വേണം ഒഴിക്കാനായിട്ട്. കളറായിക്കൊണ്ടിരിക്കുകയാണ്. നന്നായി പതഞ്ഞ് നടുക്ക് വരെ പത വരുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ തിളപ്പിച്ച വെള്ളം ഇത് തെറിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം കേട്ടോ. പഞ്ചസാര കരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചൂടുവെള്ളം ഉപയോഗിക്കാൻ ഓർക്കുക. നമുക്കിതൊന്ന് കരിച്ചെടുക്കണം. ഒത്തിരി നൂൽ പരുവൊന്നും ആകണ്ട, എങ്കിലും ഇത് നമുക്ക് വെള്ളം കൂടുതലാകും, അതുകൊണ്ട് കുറച്ചും കൂടി പറ്റിക്കണം. അപ്പം ഇത് ഏതാണ്ട് തിളച്ച് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് തണുക്കാനായിട്ട് വയ്ക്കാം. 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതായത് 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് പൊടി കേട്ടോ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പം ഞാനിത് 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും 2 കപ്പാട്ടോ. 250 ഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഷർമെന്റ് കപ്പിന് 2 കപ്പാണ്. ഇനി മെഷർമെന്റ് കപ്പില്ലാത്തവർ 2 ഗ്ലാസ് മൈദ എടുക്കുക. ആ ഗ്ലാസ്സിൽ തന്നെ ബാക്കിയുള്ള എല്ലാ അളവുകളും എടുക്കുക. അപ്പം അത് കറക്റ്റ് ആകും. എന്നിട്ട് ഈ 250 ഗ്രാമിൽ നിന്ന് 1/2 കപ്പ് പഞ്ചസാര ഞാൻ ബ്രൗൺ ഷുഗർ ആക്കാൻ വേണ്ടി മാറ്റി വെച്ചു. ഇനി നമുക്ക് ബാക്കിയുള്ള ഷുഗർ നന്നായി പൊടിച്ചുകൊണ്ട് വരാം. 200 ഗ്രാം ബട്ടർ നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. സ്ലോ സ്പീഡിലിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് പഞ്ചസാര കരിക്കാൻ വേണ്ടി എടുത്തതിന്റെ ബാക്കി പഞ്ചസാര പൊടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് പറക്കാതിരിക്കാൻ വേണ്ടി പതുക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ പെട്ടെന്ന് പഞ്ചസാര പറന്നു പോകും. അപ്പം അതുകൊണ്ട് ഇനി നമുക്ക് ബീറ്റ് ചെയ്യാം. ഞാൻ 5 മുട്ട, അതായത് 250 ഗ്രാമാണ് ഈ 5 മുട്ട. ഒത്തിരി വലിയ മുട്ടയൊന്നും അല്ല, പക്ഷെ 5 എണ്ണം തൂങ്ങിയപ്പം 250 ഗ്രാമായി. ഇത് ഓരോന്നേ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നേ ഒഴിച്ചു കൊടുത്ത് ബീറ്റ് ചെയ്യാം. അപ്പം നമ്മൾ പഞ്ചസാരയും ബട്ടറും കൂടി അടിച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുക. ഇത് നമ്മൾ നേരത്തെ ഒഴിക്കണത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന മുട്ടയുടെ ഉളുമ്പുമണം വരാതിരിക്കാൻ വേണ്ടിയാണ്. 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു. 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ്, പിന്നെ 1 ടേബിൾ സ്പൂൺ മിക്സർ ഫ്രൂട്ട് ജാമാണ് ചേർത്തിരിക്കുന്നത്. 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. സ്പാച്ചില കൊണ്ടൊന്ന് വടിച്ചു കൊടുക്കാം.
അടുത്ത മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ബീറ്റ് ചെയ്യാം. കേക്കിന് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വശത്തേക്ക് തന്നെ മിക്സ് ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് നാലാമത്തെ മുട്ടയും ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നേ ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി മുട്ട എന്തെങ്കിലും കാരണവശാൽ കേടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടെ നഷ്ടം വരാതിരിക്കാൻ ഇങ്ങനെ നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി അടുത്ത മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ 5 മുട്ടയും ചേർത്തു. ഇനി നമുക്ക് ഇത് വീണ്ടും അടിച്ചെടുക്കാം. 400 ഗ്രാം ഡ്രൈ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. അത് എങ്ങനെ സോക്ക് ചെയ്യുന്നു എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണം തോന്നുവാണെങ്കിൽ എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ കിട്ടുന്നതായിരിക്കും. ഒരു 50 ഗ്രാം ഞാൻ വേറെ എടുത്തു. ഇത് ഞാനൊന്ന് അരച്ച് ചേർക്കുവാണ്. ഇത് പഞ്ചസാര അടിച്ച ബൗളിൽ തന്നെയാണ് അടിച്ചത്. ഇത് കേക്കിന് സോഫ്റ്റ്നെസ് കൂടാനും നല്ലൊരു കളർ വരാനും കൂടിയാണ് ഞാൻ ഇങ്ങനെ അല്പം ഫ്രൂട്ട്സ്, ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, ഞാൻ സ്ഥിരമായി ചെയ്യാറുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ചെയ്തു എന്ന് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഓവനൊന്നും പ്രീ ഹീറ്റ് ചെയ്തിട്ട് വരട്ടെ. കാരമൽ ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ മൈദ മാവിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് താന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്ന. ഈ മൈദ മാവുമായിട്ട് സ്പ്രെഡ് ചെയ്യുമ്പം നമ്മുടെ ഫ്രൂട്ട്സ് താന്നു പോകില്ല. കട്ടകളില്ലാതെ ഉടച്ചെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം നന്നായി മിക്സ് ആകത്തുള്ളൂ. അടുത്തത് ചെയ്യാം. അപ്പം നമുക്ക് ഇനി ഞാനിതിലേക്ക് കുറച്ച് ആൽമണ്ട് എൻ്റെ അടുത്തുണ്ടായിരുന്നുകൊണ്ട് ഇട്ടതാണ്. കുറച്ച് നട്ട്സ് ഇടുന്നുണ്ട്. നട്ട്സൊക്കെ ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഒത്തിരി ഒന്നും ഞാൻ ഇടുന്നില്ല, കുറച്ച്. ഇനി നമുക്ക് ഇതിലേക്ക് ഇനി ഒന്ന് പതുക്കെ ചെയ്തിട്ടൊന്ന് വലിച്ചിട്ട് വീണ്ടും ഇങ്ങനെ ചെയ്ത് വലിച്ച് ഇങ്ങനെ വേണം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പതിയെ പതിയെ ഫോൾഡ് ചെയ്ത് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പറയാൻ വിട്ടുപോയി. നമുക്ക് അല്പം സ്പൈസസ്, നമ്മൾ ആ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത സമയത്ത് ഈ മസാല ഉണ്ടാക്കി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്തൊക്കെയാ ചേർത്തിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അന്ന് പൊടിച്ചു വെച്ച പൊടിയുടെ മിക്സാണിത്. അപ്പോൾ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഇത് ട്രേയിലേക്കിടാം. അപ്പോൾ നമ്മുടെ ഓവനൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കേക്കിൻ്റെ ട്രേയിൽ, ഇത് 8 ഇഞ്ച് ട്രേ ആണ്. ഈ ട്രേയിലേക്ക് നമുക്ക് ഓയിൽ പേപ്പറാണ് വെക്കേണ്ടത്. ഇങ്ങനെ ഓയിൽ പേപ്പർ വെക്കാം. ഈ ഓയിൽ പേപ്പർ എൻ്റെ അടുത്തുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം ചെയ്യും, ഈ ബട്ടറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന പേപ്പർ ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കും. നമ്മൾ 100 ഗ്രാമിൻ്റെയൊക്കെ ബട്ടർ വാങ്ങുമ്പോൾ അതിങ്ങനെ എടുത്തു വെച്ചേക്കും. അപ്പോൾ അത് നമുക്ക് ഒരു ലാഭമാണ്. ഒരു ടിപ്സാട്ടോ ഇത്. ഇങ്ങനെ നമുക്ക് ഇത് വെക്കാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ പേപ്പർ കട്ട് ചെയ്ത് കഴിഞ്ഞാണ് ഇതുണ്ടല്ലോ എന്ന് ഓർത്തത്. ഇങ്ങനെ വരുമ്പോൾ പേപ്പറൊക്കെ എടുത്ത് ഇങ്ങനെ ഞാൻ സൂക്ഷിച്ചു വെക്കാറുണ്ട്.
അപ്പം ഇവിടെ തികയാതെ വന്നപ്പം ഇങ്ങനെ ഒരെണ്ണം കൂടി വയ്ക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ലാഭവും കൂടി ഉണ്ട്. അപ്പോൾ ബട്ടറൊക്കെ വാങ്ങുമ്പോൾ ബട്ടർ പേപ്പർ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ അടുത്ത് ഓയിൽ പേപ്പറൊക്കെ ഉണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാമല്ലോ എന്നോർത്ത് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓർത്ത് ഇങ്ങനെ ഉണ്ടല്ലോ എന്നോർത്തത്. അപ്പം നമുക്ക് ഇതിലാകുമ്പോൾ പിന്നെ ഇനി ഓയിലൊന്നും സെപ്പറേറ്റ് പുരട്ടണം എന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിലെല്ലാം നെയ്യ് പിടിച്ചിരിപ്പുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഒരു കാര്യം, ഈ ട്രേ റെഡിയായി. ഇനി നമുക്ക് കേക്കിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നോക്കാം. നമുക്ക് ഇനി ഇത് നമുക്ക് ഈ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിലൊരു ഡിസ്പോസിബിൾ ട്രേയും കൂടി ഉണ്ട്, അതിലും കൂടി ഒഴിക്കാം നമുക്ക്. നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഇനി അത് ബേക്ക് ചെയ്യുന്നോടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കേക്ക് റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഈ കേക്ക് നമുക്ക് ഒരു ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം മുറിക്കുവാണെങ്കിലാണ് ഇതിൻ്റെ യഥാർത്ഥ രുചി അറിയുന്നത്. ഒരു ആഴ്ച കഴിഞ്ഞ് നമ്മൾ അത് ഫ്രിഡ്ജിൽ ഒരു 6 മാസം വരെ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും. നമ്മൾ പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ് ഒന്നും ചേർത്തിട്ടില്ല എങ്കിലും നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ നമ്മുടെ കേക്ക് കേടാകാതിരിക്കാൻ സാധിക്കും. അപ്പം അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ നിങ്ങളെല്ലാവരും എന്നെ കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.